ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് റമളാനായി വരികയാണല്ലേ. അപ്പോൾ റമളാനിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാവരും റെഡിയാക്കിയവരുണ്ടാവും, റെഡിയാക്കാൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നവരുണ്ടാവും. നമുക്കിനി ഒരു ദിവസം കൂടെ ഉണ്ടാവുള്ളൂ റമളാന് വേണ്ടി. അപ്പോൾ ഞാനിതാ ഗ്രോസറി റീസ്റ്റോക്കിംഗ് ആണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. തിരക്കുള്ളവരൊക്കെ ഉണ്ടാവും, നേരത്തെ ചെയ്ത് വെക്കുന്നവരൊക്കെ ഉണ്ടാവും. കുറച്ച് ദിവസം മുമ്പേ ഞാനേതായാലും ഇന്നാണ് സാധനങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. ഇത് ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ഉള്ളത് വൻപയർ, മുത്താറി, അതായത് റാഗി, അതെൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ പരിപ്പ്, പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ അരി, കൈമ റൈസ്, പിന്നെ ചെറിയുള്ളി കുറച്ചിവിടെ ഉണ്ട്, ബാക്കി ഞാൻ വാങ്ങിച്ചു. കാരണം വറവിടാനൊക്കെ ഒരുപാട് വേണ്ടി വരുമല്ലോ. പിന്നെ ഉള്ളത് ചെറുപയറാണ്. റമളാനിൽ ഇത് നമ്മുടെ സാബുനരിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ബസ്മതി റൈസ് ഉണ്ട്, പഞ്ചസാര ഉണ്ട്, മൈദ ഉണ്ട്. മൈദയൊക്കെ എന്തായാലും വേണ്ടി വരും, കാരണം നമ്മുടെ ഇറാനിപ്പോള അങ്ങനത്തെ പോളകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈദേൻ്റെ ആവശ്യം ഉണ്ടാവും. പിന്നെ കുറച്ച് സാധനം കൂടെ എനിക്ക് കിട്ടേണ്ടതുണ്ട് കേട്ടോ. ഇത് നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുള്ള ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങുന്നത്, മസാലക്കടയാണ്. അപ്പോൾ അവരിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും നമ്മൾ ലിസ്റ്റ് കൊടുത്താൽ. പിന്നെ ഉള്ളത് അല്ലാത്ത കുറച്ച് സാധനങ്ങൾ, നമ്മുടെ സമൂസേൻ്റെ ഷീറ്റ്, അതൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ്, അതിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതിന്ന് എനിക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ തിരക്ക് കാരണം എൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ പെട്ടെന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. പിന്നെ തന്നെ നമ്മുടെ വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കംഫർട്ട് ഉണ്ട്, പിന്നെ റിൻസ് ഉണ്ട്, ലിക്വിഡ്. പിന്നെ ജീരകം ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്നോട് അറിയാതെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാട്ടോ. കുഴപ്പമില്ല, നമുക്കിവിടെ സ്റ്റോക്ക് ചെയ്യാമല്ലോ. അപ്പോൾ കുറേ സാധനങ്ങൾ വീട്ടിലുള്ളതും ഉണ്ട്, ഇല്ലാത്തതും. പിന്നെ എനിക്ക് റമളാനിൽ എൻ്റെ ഫാമിലിക്ക് ആവശ്യമുള്ള സാധനങ്ങളും മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാനീ മസാലപ്പൊടിയൊക്കെ ഫ്രിഡ്ജിൽ ഈ ഒരു ബോക്സിലാട്ടോ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വെച്ചു, അതിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെന്താണെന്ന് വെച്ചാൽ ഓരോ വീട്ടിലും ഓരോ ടൈപ്പായിരിക്കും റമളാനിൽ. ഒരു വീട്ടിലുള്ളവരുടെ ഇഷ്ടമായിരിക്കില്ല വേറൊരു വീട്ടുകാരത്. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇതെന്താ പരിപ്പും ചെറുപയറും വൻപയറും ഒക്കെ നല്ലോണം വാങ്ങിയത്. ചിലരൊക്കെ അത് നോമ്പാകുമ്പോഴേക്കും തീർക്കുന്നവരുണ്ടാവാം. പിന്നെ ഓരോ നാട്ടിലും ഓരോ സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ അത്താഴത്തിന് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിന്. ആദ്യം എനിക്ക് അങ്ങോട്ട് അത് യോജിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം എൻ്റെ നാട്ടിലൊന്നും പരിപ്പ് കറിയൊന്നും വെക്കൂല, പച്ചക്കറി അങ്ങനെ ഉണ്ടാവില്ല അത്താഴത്തിന്. അവിടെ മുളകിട്ട കറിയും പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഫിഷ് ഫ്രൈയും മോര് മസ്റ്റാട്ടോ. അവിടെ മോരുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ സിസ്റ്റം വേറെയാണ്. പിന്നെ ഹസ്ബൻഡിന് ഇഷ്ടമായി ഉണ്ടാക്കി തുടങ്ങി. ഇപ്പം ഞാനും ഓക്കെയാണ് കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കൂടുതലും അത്താഴത്തിന് ചോറ് കഴിക്കൽ കുറവാണ്, വേറെ എന്തെങ്കിലുമാണ്. പിന്നെ ചെറുപയർ, വൻപയർ ഇവിടെ അത്താഴത്തിന് ഉപ്പേരിയായിട്ട് വീട്ടിലെല്ലാവർക്കും, എനിക്കടക്കം കഴിക്കുകയാണെങ്കിൽ ഇഷ്ടം ചെറുപയർ വൻപയറൊക്കെ കേട്ടോ. പച്ചക്കറിനെക്കാട്ടും അത് പച്ചക്കറി ഉണ്ടാക്കില്ല എന്നല്ല, പച്ചക്കറി ഉണ്ടാക്കും. പിന്നെ എൻ്റെ ഒരു കുട്ടി, അതായത് എൻ്റെ ഒരു മോൻ വൻപയറും ചെറുപയറും ഒക്കെ മാത്രമേ ചോറിന് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലും അവന് നോമ്പ് എടുക്കുന്ന സമയമാണെങ്കിൽ ഞാൻ അത് തന്നെ കൂടുതലും വെക്കുക കേട്ടോ. ഇത് പിന്നെ നമ്മുടെ സാബുനരിയാണേ. സാബുനരി എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽവാഴക്ക ഉണ്ടാക്കുന്ന റൈസ് കേട്ടോ. അപ്പോൾ അത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സാബുനരി പാൽവാഴക്ക ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ റൈസാട്ടോ ഞാനിപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിരിയാണി റൈസ്. കാരണം നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു പത്തിരിനേക്കാട്ടും കൂടുതൽ റൈസ് എന്തെങ്കിലും ആട്ടോ ഇവിടെ നോമ്പ് തുറക്കുണ്ടാവുക. പിന്നെ മൈദ നമ്മൾ നിറയ്ക്കണേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൈദ കുറച്ചിവിടെ ഉണ്ട്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ബാക്കി. പിന്നെ പത്തിരിപ്പൊടി ഇതിൽ നിങ്ങൾ കാണാൻ പറ്റില്ല, കാരണം പത്തിരി ഞാൻ ഉണ്ടാക്കിയെങ്കിലും ഇവിടെ ഓൾറെഡി പത്തിരിപ്പൊടി ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പം വേറെ വാങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ റൈസാണെന്ന്. പിന്നെ പഞ്ചസാര ഒരു 2 kg ഇവിടെ ഉണ്ട്, പിന്നെ 3 kg കൂടെ ഞാൻ വാങ്ങി. പിന്നെ എനിക്ക് മിക്കവാറും റമളാനിൽ ലാസ്റ്റ് ഇയറൊക്കെ ഞാൻ ഷുഗർ കട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മിക്കവാറും ഈ വർഷം അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം
അതുകൊണ്ടാണ് ഞാൻ മുത്താറിൻ്റെ പറഞ്ഞല്ലോ. മുത്താറി എനിക്ക് റാഗിയുടെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഗ്രോസറി ഐറ്റംസ്. പിന്നെ ഉള്ളത് നമ്മളെ വെജിറ്റബിൾസ് ആണ് കേട്ടോ. വെജിറ്റബിൾസ് എന്ന് പറയുമ്പം എന്താ വഴുതനുണ്ട്, വെള്ളരിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിന് പച്ചക്കറി ഇഷ്ടമാണ് അത്താഴത്തിന്. അപ്പോൾ പരിപ്പും വെള്ളരിയും കൂടെ വെക്കുക. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണേ. പിന്നെ ഉള്ളത് വഴുതിന ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അതും ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണേ. ഇത് പേസ്റ്റാക്കി അരച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് വലിയൊരു പണി കുറഞ്ഞ പോലെ തോന്നുമല്ലേ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെനിക്കിന്ന് ചെയ്യാനുള്ളൊരു ഡ്യൂട്ടിയാണ് കേട്ടോ. ഇന്ന് രാത്രി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ലേറ്റായി പോയി, 2 ദിവസം മുമ്പേ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഇന്നെല്ലാം കൂടെ തിരക്കായിരിക്കും തോന്നുന്നു. പിന്നെ ഇതാ കോവയ്ക്ക ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല, നമുക്ക് കുറച്ച് ദിവസം കീപ്പ് ചെയ്യാം. റമളാനിൽ ഇനിയിപ്പോൾ 1-2 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പം എടുക്കാം. പിന്നെ തക്കാളി കുറച്ചിവിടെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ വാങ്ങി. അത് നമുക്ക് ഒരുപാട് കേടുവരുന്ന സാധനമാണല്ലോ, ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അപ്പം ഷോപ്പിൽ പോയിട്ട് വാങ്ങുക. അതൊക്കെ പറ്റുള്ളൂ, പെട്ടെന്ന് കേടാവുന്നത്. അല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഒരു മാസത്തേക്കുള്ളത് കീപ്പ് ചെയ്ത് വെക്കാം. പിന്നെ അതാ ഉള്ളിയൊക്കെ ഞാനിതിലിട്ട് വെക്കുകയാണ്. ഉള്ളിൻ്റെ ബോക്സാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഇനി രാത്രി ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി എനിക്ക് വെക്കണം. പിന്നെ ചെറിയുള്ളി തോല് പൊളിച്ചിട്ട് ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് വറവിട്ടാലൊക്കെ മതി. പിന്നെ തക്കാളി വെജിറ്റബിൾസൊക്കെ എനിക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഇനി ഇതൊരു ജോലിയും കൂടെ ഉണ്ട്. പിന്നെ ക്യാബേജ് ആണെങ്കിലും നമുക്ക് ഉപ്പേരി വെക്കാം. ഇന്നും നാളെയും വേണമെങ്കിൽ വെക്കാം, റമളാനിലും വെക്കാം. എന്തായാലും കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയെന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും കുറേ വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വാങ്ങാം. പിന്നെ ഞാൻ ബസ്മതി റൈസും പിന്നെ ബാക്കി വന്ന നമ്മുടെ ജീരകവും ഞാനിതിൽ കീപ്പ് ചെയ്യാം കേട്ടോ. അത് ആവശ്യമുള്ളപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്കിവിടെ ഇല്ലാത്തത് റീസ്റ്റോക്ക് ചെയ്യാന്നുള്ളൂ. അതിനുള്ള സാധനം വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഫാമിലിക്ക് അല്ല എൻ്റെ ഫാമിലിക്ക് റമളാനിൽ ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ ഇവിടെ റീസ്റ്റോക്ക് ചെയ്യുന്നത്. പിന്നെ ഈ തരിക്കഞ്ഞിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചെറിയ ഗ്രോസറി റീസ്റ്റോക്കിംഗ് ഫോർ റമളാൻ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇവിടെ കഴിയാട്ടോ. നമുക്കെൻ്റെ ലോങ് വീഡിയോ ആയിട്ട് റമളാനിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടേക്ക് കെയർ. എന്താ പറയുക, നല്ല റമളാനായി തീരട്ടെ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ബായ്.